നോമ്പും സ്കൂളും ട്യൂഷനും ഒക്കെ പാടെ ക്ഷീണുണ്ടോ ഇല്ലേ? അസ്സലാമലൈക്കും, ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ച് നമ്മൾ ഉസ്താന്മാർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവിട്ടു. വീഡിയോ ഒന്നും എടുക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ട് എടുത്തില്ല. പിന്നെ ഈവനിങ് നമുക്ക് ഇനി കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ചിക്കനും ഇതൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫ്രീസറിലുള്ളത്. പിന്നെ ഞാൻ വേഗം പോയി ഒന്ന് അടിച്ചു വാരി എടുത്തു. പുറത്ത് നല്ല മഴ പെയ്തിട്ടുണ്ട്, അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. നല്ല മഴയില്ല, ചെറുതായിട്ട് കേട്ടോ. മണ്ണിൻ്റെ മണമൊക്കെ കിട്ടുന്നൊരു ടൈപ്പ് മഴ ഉണ്ടാവില്ലേ, അങ്ങനെ. നമ്മുടെ മണ്ണാർക്കാടും ആ ഭാഗങ്ങളിലൊക്കെ ഭയങ്കര മഴ പെയ്തിട്ടുണ്ടെന്ന് പറയുന്ന കേട്ടു. എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ചവിട്ടിയൊക്കെ ഒന്ന് വേഗം വിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡ്യൂട്ടിയൊക്കെ തുടങ്ങണമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ കറണ്ട് അങ്ങ് പോയിട്ടോ. ഇന്ന് വല്ലാത്തൊരു കഷ്ടമായി പോയി, ശരിക്കും എന്തുപോലെ. കാരണം ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓരോ പണികളായിട്ട് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ ഞാൻ കറണ്ട് വന്നിട്ട് അടുക്കളയിൽ പോയുള്ളൂ, കാരണം വെള്ളവും കഴിഞ്ഞു. അങ്ങനെ രണ്ടും കൂടെ കഴിയുമ്പോൾ ഒരു പ്രത്യേക സുഖം ഉണ്ടല്ലോ, അതായിരുന്നു കേട്ടോ ഇന്നലത്തെ എൻ്റെ അവസ്ഥ. അപ്പോൾ കറണ്ട് പോയാലും വെള്ളം കഴിയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയാസപ്പെടുക അല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്തു കേട്ടോ കറണ്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ മലമ്പുഴ വെള്ളം വരുന്ന ഒരു പൈപ്പുണ്ട്, അതിൽ വെള്ളം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയിട്ട് നമ്മളെടുത്ത് പാത്രം കഴുകാനും ഒക്കെ എടുക്കണ്ടായിരുന്നു, ബാത്റൂമിലൊക്കെ പോകാനും കേട്ടോ. അങ്ങനെ എന്താ നമ്മൾ വേഗം വന്ന് ഉള്ളിലൊക്കെ ഒന്ന് എല്ലാവരുടെയും തട്ടിക്കുടഞ്ഞ് വിരിച്ചൊക്കെ ഇട്ട് ഇനി അടിച്ചു വാരി എടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഡ്യൂട്ടി അങ്ങ് തുടങ്ങാം. അപ്പോൾ ഇന്നലത്തെ വ്ളോഗ് വളരെ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. കാണാത്തവരുണ്ടെങ്കിൽ വീണ്ടും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നമുക്ക് ഒത്തിരി കമൻസ് വന്നിട്ടുണ്ട്, ഇനി നമുക്കതൊക്കെ നോക്കണം. നമ്മുടെ കോഫി മിൽക്ക് ഷേക്ക്, അതിൻ്റെ കോഫി ഡേറ്റ്സ് ഷേക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ആ ഒരു റെസിപ്പി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, നോക്കാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു കറണ്ടിനെ കാത്തു നിന്നിട്ടൊന്നും കാര്യമില്ല, നമ്മുടെ വീഡിയോക്ക് കുറച്ച് വെളിച്ചം കമ്മി ഉണ്ടാവും കേട്ടോ. നമുക്ക് നെയ്ച്ചോറ് അങ്ങോട്ട് വെക്കുക, പിന്നെ കോഴിക്കറിയും വെക്കുക. അപ്പോൾ ഉസ്താന്മാർക്ക് കൊടുക്കാനും ഈസി ആയിരിക്കും. കാരണം അവിടെ നോമ്പ് തുറക്കുമ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പൊറോട്ട, പത്തിരി, ഇടിയപ്പം, ചിക്കൻ കറി, ഈ ഒരു ടൈപ്പ് ഫുഡുകളൊക്കെ ഉണ്ടാവും. ചില സമയത്ത് ബിരിയാണി ആയിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ റൈസ് എന്തെങ്കിലും ഐറ്റംസ് കൊടുക്കാൻ തന്നെയാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു നാടൻ കുറുമ ഉണ്ടാക്കണം. വൈറ്റ് അല്ല കേട്ടോ, വൈറ്റ് കുറുമയല്ല. പിന്നെ നമ്മുടെ നെയ്ച്ചോറും ഉണ്ടാക്കണം, തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള നമ്മുടെ നെയ്ച്ചോറില്ലേ. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുത്തു. പിന്നെ അരി ഇതാ ഒന്ന് അളന്നെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അരിയാണ്, എനിക്ക് ഏറ്റവും കംഫർട്ടാണ്. ഇവിടുന്ന് കടയിൽ നിന്ന് മേടിക്കുന്ന അരിയാണ്, പക്ഷെ ഭയങ്കര കംഫർട്ടാട്ടോ ഇതിൽ കുക്ക് ചെയ്യാൻ. അങ്ങനെ നമ്മളൊരു 3-4 വെള്ളത്തിൽ നമ്മുടെ അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് വേണം നമുക്കതൊന്ന് 10 മിനിറ്റ് കുതിരാൻ വേണ്ടി വെക്കാൻ. പിന്നെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, പട്ട, ഗ്രാമ്പ്, ഏലക്ക ഇട്ട് കൊടുത്ത് ഒരു 2-3 വലിയുള്ളിയും ഒരു തക്കാളിയും പച്ചമുളകും ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മുടെ ഈ ബിരിയാണി, ഈ ഒരു നെയ്ച്ചോറ് ഒരു യെല്ലോയിഷ് കളർ ഉണ്ടാവും. പിന്നെ ഇതാ ഒരു വലിയ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇതിന്ന് പച്ചമണമൊക്കെ ഒന്ന് പോയി വരട്ടെ. മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പിലിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ വേണം നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് ഞാനിത് അടച്ച് വെക്കുന്നുണ്ട്. തൈര് വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ നാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അരി കഴുകി വൃത്തിയാക്കി വാരിയതാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കുക. ശേഷം നമുക്ക് ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കണം. അപ്പുറത്തോട്ട് ഞാൻ മാറ്റി വെച്ചേക്കാണ് കേട്ടോ വേവാൻ വേണ്ടിയിട്ട്. പട്ട, ഗ്രാമ്പ്, ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉള്ളിയും തക്കാളി പച്ചമുളകൊക്കെ ഇട്ട് ഉപ്പിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതാവുമ്പോഴത്തേക്ക് അപ്പുറത്ത് നെയ്ച്ചോറും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അങ്ങനെ നമ്മുടെ ഈ ഒരു ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് പൊടികളും കാര്യങ്ങളൊക്കെ ചേർത്തി കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഞാനൊരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം 2 സ്പൂണോളം ചേർത്തി എടുക്കുന്നുണ്ട്. പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അടച്ച് വെച്ചത് കേട്ടോ. അപ്പം അത് സെറ്റായ ശേഷം മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, പിന്നെ ഗരം മസാല, മുളക് പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും ഐറ്റംസ് ചേർത്ത് കൊടുത്തിട്ട് അളവും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു വിടാം. ഏകദേശം
2 സ്പൂണോളം ചിക്കൻ മസാല ചേർത്തി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ സാധാരണ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, അതുപോലെ നമ്മൾ കുരുമുളക് പൊടി ഒരു 1/2 സ്പൂൺ ചേർത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം 1 കിലോ ചിക്കൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാർട്സും നല്ല പീസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് അടച്ചു വെക്കുക. ഇതൊന്നൊരു വെള്ളം ഇങ്ങനെ വരുന്ന രീതിയിലാവുമ്പോൾ നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നെയ്ച്ചോറായിട്ടുണ്ട്. ഇച്ചിരി നെയ്യ് മുകളിലൂടെ തൂവിയിട്ട് ഞാൻ ഇത് അടച്ചു വെച്ചിട്ടുണ്ട്. പൊരിച്ചതും കരിച്ചതും ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇതാ ചിക്കന് ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു ഉരുളക്കിഴങ്ങും പിന്നെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കറി എത്ര വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമ്മുടെ ഈ ചിക്കനും കിഴങ്ങും ഒക്കെ ഒന്നുകൂടെ നന്നായിട്ട് വേവട്ടെ. പിന്നെ നമ്മൾ തേങ്ങ പോയി പൊളിക്കണം കേട്ടോ. ഞാനിത് അവിടെ ഒരു തേങ്ങയൊക്കെ ഒന്ന് പൊളിച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരയ്ക്കണം. ഞാനിവിടെ ഇപ്പോൾ കൊത്തി എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്ത ശേഷം പിന്നെ അരയ്ക്കും. അതാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും ഈസി. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതാ വെന്ത് വന്നിട്ടുണ്ട്, കിഴങ്ങൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് അരച്ച തേങ്ങ അങ്ങോട്ട് മിക്സ് ചെയ്യുക. കുറച്ച് കുറുന്നനെ ഇരിക്കട്ടെ കേട്ടോ, കുറുമയല്ലേ. പിന്നെ നമ്മളിവിടെ എന്താ പറയുക, കറിവേപ്പില തന്നെ ഇട്ടിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മളിതാ അത് തിളച്ച ശേഷം നമ്മൾ പോയി റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് കേട്ടോ. ഇപ്പം നോമ്പും സ്കൂളും ട്യൂഷനും ഒക്കെ പാടെ ക്ഷീണുണ്ടോ? ഇല്ലേ? വെള്ളം കുടിക്കണ്ടോ? ഇവിടെ നോക്കട്ടെ. അപ്പോൾ കുറച്ച് ദിവസമായി വെറും സമൂസയും കട്ട്ലറ്റും ഇതേ തന്നെ ആയിരുന്നില്ലേ നമ്മുടെ പലഹാരം. ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. എനിക്കിന്ന് മധുരമുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നിയിട്ടാ. പൊതുവേ നോമ്പിന് ഞാൻ ജ്യൂസ് കാര്യങ്ങളൊന്നും കഴിക്കില്ല, പക്ഷേ ഇതൊന്ന് കഴിക്കാൻ തോന്നി. നമ്മുടെ സ്പൂൺ പഴംപൊരി ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഉണ്ടാക്കിയിട്ട് ചൂടാറിയിട്ട് കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ്. അപ്പം ഞാനിവിടെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കല്ല കേട്ടോ ചെയ്യണത്, കുഞ്ഞാക്കിയിട്ട് മുറിച്ചെടുക്കുക ചെയ്യണത്. എനിക്കതാണ് ഒന്നുകൂടി ഈസി ആയിട്ട് തോന്നിയത് കേട്ടോ. ഉപ്പേരിക്കൊക്കെ നമ്മൾ മുറിക്കില്ലേ, അതേപോലെ കുഞ്ഞാക്കിയിട്ട് മുറിച്ചെടുത്തിട്ട് ഞാനിതാ ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലോട്ട് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദയാണ് കേട്ടോ പിന്നെ ചേർക്കുന്നത്. അതിനുശേഷം 1 കപ്പ് പാലും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. വെള്ളത്തിന് പകരം പാല്, പിന്നെ തേങ്ങ ചിരവിയതും കൂടെ ചേർക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ കേട്ടോ. കുറേ ചേർക്കണം തേങ്ങ ചിരവിയത്. അപ്പം ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഞാൻ ഫ്രൈ ചെയ്യാൻ നേരത്താണ് കേട്ടോ തേങ്ങയ്ക്ക് ചിരവി സെറ്റാക്കി എടുത്തത്. പിന്നെ നമ്മൾ പക്കവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വലിയ വലിയ പീസാക്കിയിട്ട് ഉള്ളി മുറിച്ച് പച്ചമുളകും കുറേ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ സംഭവമല്ലേ, അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ ഒരു 3-4 ഉള്ളി ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് കടലമാവിലോട്ട് ഇട്ട് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഉള്ളി ഒന്ന് കൈകൊണ്ട് ഞെരടിയിട്ട് അതിൻ്റെ മുകളിലോട്ട് മാവിടണം. ഞാൻ പക്ഷെ ഓർമ്മയില്ലാണ്ട് നേരെ തിരിച്ചാക്കിട്ടോ. ഇനി ഉപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇതിനെ ആ ഒരു പരുവത്തിലാക്കി എടുക്കുന്നത് കേട്ടോ. കറിവേപ്പില ധാരാളം ചേർത്തി കൊടുക്കുക, മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർത്തെടുക്കുക. അപ്പം ഇങ്ങനെ ആക്കി അവസാനം ഞാൻ ഈ ഒരു ടൈപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇച്ചിരി പിച്ചി എടുത്തിട്ട് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ആ ഒരു ടൈപ്പ് ആകുമ്പോൾ എണ്ണ അധികം കുടിക്കില്ല, പക്ഷെ കുറച്ചുകൂടി ലൂസ് ആകുമ്പോൾ ടേസ്റ്റ് ഭയങ്കര കൂടും. കാരണം എണ്ണയൊക്കെ നന്നായി കുടിച്ച് അത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ പാലൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ശേഷം ഞാൻ നഗറ്റ്സ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നഗറ്റ്സ് കഴിഞ്ഞു കേട്ടോ, ഇനിയിപ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ വേഗം ഒന്ന് ഫ്രൈ ആക്കി എടുത്ത ശേഷം നമുക്കിത് മാറ്റിയ ശേഷം ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. നമ്മുടെ സ്പൂൺ പഴംപൊരി ഫ്രൈ ചെയ്തിട്ട് എടുക്കണം, പക്കോടയും ഒക്കെ എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇതങ്ങോട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫസ്റ്റ് നമ്മൾ പഴംപൊരി ഫ്രൈ ചെയ്താൽ ഒന്നുകൂടി നന്നായേനെ കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് സ്പൂൺ പഴംപൊരി സ്പൂണിൽ തന്നെ കോരി ഇടും. സ്പൂണിൽ കോരി ഇടുന്നത് കൊണ്ടാണോ ഇതിന് സ്പൂൺ പഴംപൊരി എന്നുള്ള പേര് വന്നത് എന്ന് എനിക്കറിയില്ല. ഞാൻ തേങ്ങ ചിരവിയിട്ട് ധാരാളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആവട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്കിങ്ങനെ ഫ്രൈ ആക്കി എടുക്കണം. അതിനുശേഷം നമുക്കിതാ വേഗം ഇതിനെയും കൂടി ഒന്ന് മാറ്റിയെടുക്കണം. പിന്നെ ഫുഡ് കൊണ്ടുപോകാൻ സമയമായപ്പോൾ ഞാൻ വേഗം ചായയൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. ഉസ്താദ്മാർക്കുള്ള നമ്മൾ നോമ്പിന് എപ്പോഴും ഒരു ടേൺ വരാറുണ്ട്.
കാരണം റോഡ് സൈഡിലുള്ള വീടുകൾ ഫോക്കസ് ചെയ്യും കേട്ടോ നോമ്പ് സമയത്ത്. അങ്ങനെ നമ്മളിതാ വേഗം 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 ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താ പരിപാടി ചോദിച്ചു കഴിഞ്ഞാൽ പാക്ക് ചെയ്യണം, കൊടുത്തു വിടണം. അതിന് ശേഷം നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഞാൻ പിന്നെ പാക്ക് ചെയ്യണതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇതും ഫ്രൈ ആക്കി കോരി എടുത്തിട്ടുണ്ട് എണ്ണയിൽ നിന്ന്. നെക്സ്റ്റ് നമ്മളെ ടേബിളിലൊക്കെ ഒന്ന് നിരത്തി വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഞാൻ കൂടുതൽ കമൻറ്റും കാര്യങ്ങളൊന്നും നോക്കിയിട്ടൊന്നുമില്ല. എന്താണ് പള്ളി അടുത്താണോ ചോദിക്കുന്നുണ്ട്. അടുത്താണ്. യു ആർ ഗ്രേറ്റ് ഡിയർ, യു ലുക്ക് ആഫ്റ്റർ യുവർ ഫാമിലി ആൻഡ് ഇൻ ലോ ആസ് വെൽ എന്ന് പറയുന്നുണ്ട്. ഓ താങ്ക് യു സോ മച്ച്. അങ്ങനെ കുറേ കമൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ എന്ത് ഓയിലാണോ ഉപയോഗിക്കുന്നത്? സൺഫ്ലവർ തന്നെയാണ് മൊത്തം ഉപയോഗിക്കുന്നത്. നല്ലതൊന്നല്ല എന്ന് പറയുന്നിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറി ടോപ്പ് ഉണ്ടോ ചോദിക്കുന്നുണ്ട്. ഇൻഷാല്ല നമ്മൾ ഇറക്കാം കേട്ടോ. ഇതുവരെ ഇറക്കിയിട്ടില്ല. ജിനി ഞാൻ പാലക്കാടാണ്. മണ്ണാർക്കാട് കറക്റ്റ് എവിടെയാണ് സ്ഥലം എന്ന് ചോദിക്കുന്നുണ്ട്. കല്ലടി കോളേജിൻ്റെ MES കല്ലടി കോളേജിൻ്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ വരുന്നത്. അങ്ങനെ നമ്മൾ ഓരോന്ന് നിരത്തിയതാ. ഇന്നത്തെ സ്പെഷ്യലുകൾ ഇതൊക്കെയായിരുന്നു. കഞ്ഞിയുണ്ട്, സർബത്തുണ്ട്, പിന്നെ എക്സ്ട്രാ ജ്യൂസൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ. ഒന്ന് എന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ സർബത്തിനും പുറമെ എന്തെങ്കിലും ഒരു പാല് വെച്ചിട്ടൊരു ജ്യൂസൊക്കെ ഉണ്ടാക്കാറില്ലേ, അത് വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ വീഡിയോ എന്നും കാണാറുണ്ട്, കമൻറ്റ് ആദ്യമായിട്ടാണ് ഇടുന്നത്. എന്തായാലും താങ്ക്സ്. ഇനി അങ്ങോട്ട് കമൻറ്റ് ഇടാൻ നോക്കണേ. പിന്നെ നിങ്ങളുടെ നെയ് ബിസിനസ് നടത്തുന്നത് തോന്നുന്നു. അതെ ചെറിയ രീതിയിൽ ഓർഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഫ്രണ്ട് ഞാൻ ഓർഡർ എടുക്കും, അവൾ പാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തെത്തിക്കൂട്ടോ. അങ്ങനെയാണ്. ഇട്ട സൂപ്പർ ഡ്രസ്സായിട്ടുണ്ട്. അത് എവിടെ നിന്നാണ്? അത് കഹാനിയിലുള്ള ഡ്രസ്സാണ്. കഫ്താനല്ലേ ചോദിക്കുന്നത്? കഹാനിയിലുള്ള ഡ്രസ്സാണ്. അത് വേണ്ടവർ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ. കഹാനിയുടെ പേജിലൊക്കെ 2295 രൂപയാണ് കേട്ടോ. അങ്ങനെ സമയമായപ്പോൾ നമ്മളിതാ വേഗം നോമ്പൊക്കെ തുറന്നു. ഇനിയിപ്പോൾ അതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ വരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇട്ട് കഴിഞ്ഞാൽ തന്നെ സൂപ്പറാണ്. ഇമ്പോർട്ടഡ് ഐറ്റം ആണ്. അതുകൊണ്ട് നല്ല നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ളതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനൽ, FB പേജ്, ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കഹാനിയുടെ പേജ് ആരെങ്കിലും ഫോളോ ചെയ്യാത്തതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്ത് ഒരു 3000 ഫോളോവേഴ്സ് പെട്ടെന്ന് തന്നെ ആക്കി തരണം കേട്ടോ. ഇപ്പോൾ 2700 സംതിങ് ആയിട്ടുണ്ട്. ഇനി വളരെ കുറച്ചും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ 3000 ഫോളോവേഴ്സ് ആവും. നമുക്ക് വരുന്ന ഓരോ ഫോളോവർ ആണെങ്കിലും നമുക്കത് ഭയങ്കര വാല്യൂ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ, ടേക്ക് കെയർ.